ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പെരുമ്പാവൂർ വരെ പോയപ്പോൾ ഒരു റോഡ് സൈഡിൽ കുറേ മാങ്ങ ഇങ്ങനെ നിരത്തി വെച്ചിരുന്നു. അപ്പം ഞാനതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് വാങ്ങി ഞാൻ ഫുൾ ആ ഒരു പെട്ടി തന്നെ വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. അപ്പം എനിക്കിത് എനിക്ക് തോന്നുന്നു ഇതിൽ ചൊറുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ട് ചൊറുക്കുള്ള പോലെ തോന്നണ്ട. ഞാൻ ചെറുതായിട്ടൊന്ന് കഴിച്ച് സൂചിപ്പിച്ചായിരുന്നു. അപ്പം എനിക്കിത് നല്ല ഇഷ്ടമായി. പിന്നെ നമുക്കിപ്പോൾ ഇത് തുറന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, സ്പൂൺ തപ്പുമായിരുന്നു കേട്ടോ. അപ്പോൾ സ്പൂൺ നമ്മളെടുത്തു. ഒരു ഫണ്ടാസ്റ്റിക് താഴത്തേക്ക് കുഞ്ഞു പീസ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അത് വേണ്ട, നമുക്കത് മാറ്റി വയ്ക്കാം, കളയാം. അവിടെ വീണതല്ലേ. നമ്മൾ വേറെ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂൺ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. കിട്ടി. നമുക്കപ്പോൾ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. വലിയ പീസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല പുളിയുള്ള മാങ്ങ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാം ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൊറുക്കില്ല. നല്ല ശുദ്ധമായ വെള്ളമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ വല്ല കാനയിൽ നിന്ന് എടുത്തതായിരിക്കാം. അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. അപ്പോൾ എനിക്കിങ്ങനെ ആൾക്കാരെ കൊതിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ മാങ്ങയിൽ ഭ്രമിച്ചു പോയവരുണ്ടോ, ഭ്രാന്തായവരുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ അതേപോലത്തെ ഒരാളാണ്. ഒരു നൈസ് പീസ് എടുത്തിട്ടുണ്ട്. നൈസ് പീസ് നന്നായിട്ട് ഉപ്പും പുളിപ്പം നന്നായിട്ട് ഇതായിട്ടുണ്ടാവും. പിന്നെ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക പാത്രത്തിൽ നിന്ന്. അപ്പോഴാണ് കണ്ടത് ഒരു മഞ്ഞ കളർ മാങ്ങ. പഴുത്തതാണെന്ന് വെച്ചിട്ട് എടുത്ത് കടിച്ചപ്പോഴാണ് മനസ്സിലായതൊരു ജാതി പുളിയായിരുന്നതിന്. എനിക്കിപ്പോൾ എന്തോ പോലെ ഈ വെള്ള കളർ മാങ്ങ പോലെ ഇല്ലായിരുന്നു, ഭയങ്കര പുളിയായിരുന്നു. എൻ്റെ പുളിയുടെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമാങ്ങ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പോലെ